കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ഇനി എലത്തൂരിലെ പ്രശ്നം. കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ ഇന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും. ഇന്ധനം സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച സാഹചര്യത്തിൽ ജലാശയങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. ഇത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണെന്ന് ജില്ലാ കളക്ടർ പറയുന്നു. മാത്രമല്ല പല ജലാശയങ്ങളെയും ഡീസൽ കലർന്നത് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇതൊക്കെ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: ഇത് ജനങ്ങൾക്ക് എങ്ങനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യത്തെ വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായ ഉദാസീനതയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സുരക്ഷ ഉറപ്പുവരുത്താൻ ഏതൊക്കെ പരിശോധനയും നടപടിക്രമങ്ങളും പാലിക്കേണ്ടതുണ്ടോ അതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ K രാജനുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവരിലെ ആരെങ്കിലും വിദഗ്ധന്മാരെ കൊള്ളിച്ച് ഒരു പരിശോധന നടത്താൻ കഴിയുമോ എന്ന കാര്യം ഇന്ന് രാവിലെ റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതാണ്. ചെയ്യാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന സമീപനം. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എലത്തൂരിലെ വീട്ടുകാർക്കൊക്കെ തന്നെ ഒരു ഭീതിയുണ്ട്. അവരുടെ കിണറുകളിലും കുളങ്ങളിലും ഒക്കെ തന്നെ ഈ ഡീസൽ പരന്നിരിക്കുന്നു. അപ്പോൾ അതാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആദിയാണ്. ഇത് കുറേ കാലമായി ആൾക്കാർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലേ പരാതിക്ക് പരിഹാരമാകൂ എന്നുള്ളൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. SKN വെരി ഗുഡ് മോർണിംഗ്. പറയാതിരിക്കാൻ വയ്യ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ സ്ഥാപനം, ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ജനങ്ങൾക്ക് ജനവിരുദ്ധമായ അത്യന്തം അപകടകരമായ നടപടിയാണ് ചെയ്തത് എന്നുള്ളതാണ് പ്രാഥമികമായി സർക്കാരിന് ലഭിച്ച റിപ്പോർട്ട്. അതുതന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ മിതമായ ഭാഷയിൽ നമ്മളോട് പറഞ്ഞത്. അതായത് ജനങ്ങളുടെ ജീവന് സുരക്ഷ, ആ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പ്രവർത്തനമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ ആ സമയത്ത് ഇത് കൈകാര്യം ചെയ്തവർ ചെയ്തത്. അതായത് ഈ ഡീസൽ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ കൈകാര്യം ചെയ്യുന്നു. അത് വലിയ തോതിൽ ഇന്ധനച്ചോർച്ചയുണ്ടാകുന്നു. ആ ഇന്ധനച്ചോർച്ച പ്രദേശത്തെ ജലാശയങ്ങളെ ആകെ ബാധിക്കുന്നു. ആ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശമാകമാനം കോഴിക്കോട് ആകെ ഇല്ലാതായി പോകുമെന്ന ഭീകരമായൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പ്രാഥമികമായി ഓരോന്നും സർക്കാരിന് കിട്ടുമ്പോഴാണ് സർക്കാർ നിലപാട് ഘടിപ്പിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ചട്ടങ്ങൾ, ദുരന്ത നിവാരണ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ബോർഡിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ആലോചനയിലും നടപടിയിലേക്കും കടന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തു. ഇന്ന് പീച്ചിയിൽ വെച്ച് ഈ എലത്തൂർ മണ്ഡലത്തിൻ്റെ MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി K രാജനും തമ്മിലുള്ള ചർച്ച ഇന്ന് പീച്ചിയിൽ നടക്കും. ഏതായാലും സർക്കാർ നിലപാട് ഘടിപ്പിക്കുകയാണ്. കാരണം അത്യന്തം അപകടകരമായ പ്രവർത്തനമാണ്, ജനവിരുദ്ധമായ പ്രവർത്തനമാണ് ഈ HBCL എന്ന കമ്പനി നടത്തിയത് എന്നുള്ളതാണ് സർക്കാരിന് പ്രാഥമികമായി ലഭിച്ച റിപ്പോർട്ട്. SKN. ദീപക് തർമ്മണം.